ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മഴ കാരണം ഞങ്ങൾ രാവിലെ പണിക്ക് പോയി. ഒരു 11 മണിയായപ്പോൾ വെയിൽ ഇറങ്ങിയത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു മരത്തിൻ്റെ മുകളിൽ കയറി. അവിടെ ഞാൻ ചെറുവിനെ സ്പോട്ട് ചെയ്തായിരുന്നു. പക്ഷെ അത് അടിക്കണമെങ്കിൽ ഇവൻ കയറി വരുന്നതിന് മുന്നേ ഞാൻ അടിക്കുകയും ചെയ്തു. ആ സാധനമാണ് കിട്ടിയില്ല. അതുകൊണ്ട് ഓടി അവിടെ ഒരു കാടിൻ്റെ അകത്ത് കയറി കുടുങ്ങിപ്പോയി. അത് കിട്ടിയില്ല ശരിക്കും പറയാം. പിന്നെ ആ ഒരു നമ്മളൊരു കാരണവർ അതിലേക്ക് കൂടി വന്നപ്പോഴത്തേക്ക് ഉള്ളിലൊക്കെ നമ്മൾ ഡാർട്ട് പുല്ലൊക്കെ വലിച്ചു കയറി എടുത്തു. അടുത്ത സ്പോട്ടിൽ ചെന്ന് കരിമീനെ അടിക്കാൻ നോക്കിയിട്ടാണ് കൊള്ളണമില്ല. നല്ല മുഴുത്ത കരിമീനായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല അടിച്ചിട്ട്. പിന്നെ ഞങ്ങൾ അടുത്ത സ്പോട്ട് തപ്പി കറങ്ങി വന്ന് ഞാൻ ഒരു പുല്ലനെ അടിച്ചപ്പോൾ അളിയൻ വണ്ടി കൊണ്ട് വെക്കാൻ വേണ്ടി പോയേക്കായിരുന്നു. ഇവിടെ ഒന്ന് അടിച്ച ഷോട്ട് കിട്ടിയില്ല. ഇതിൻ്റെ അകത്ത് ഇവിടുന്ന് അത്യാവശ്യം സൈസ് പുല്ലൻ തന്നെ കിട്ടണം. അതുമ്പോൾ നമുക്ക് ആ പുല്ലനെ കാണുമ്പോൾ അറിയാം നല്ല വെയിറ്റ്, ഏകദേശം ഒരു 1 കിലോ അടുത്തുണ്ടായിരുന്നു ആ പുല്ലൻ. ഞങ്ങളപ്പോൾ അതിനെ അടിച്ച് നൈസായിട്ട് കവറും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ പിന്നെ 1 ലിറ്ററിന്റെ കുപ്പി കീറിയിട്ട് അതിൻ്റെ അകത്ത് അന്നേരമാണ് അടുത്തത്. അതിനെ അടിച്ച് അതിന്റെ ഷോട്ട് കിട്ടിയില്ല. പുതിയ 2 പുല്ലിന്റെ സൈസ് നോക്കിയാൽ നമ്മൾ ആ 1 ലിറ്റർ കുപ്പിക്കകത്ത് കീറിയിട്ടാണ് മറ്റേ ആദ്യത്തെ പുല്ലിനെ വെക്കുന്നത്. ഏത് കണ്ടോ? അപ്പൊ ഇതിന്റെ സൈസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിരിക്കണമല്ലോ. അപ്പൊ അത്ര വലിയ അത്യാവശ്യം നല്ല സൈസുള്ള പുല്ലിനായതുകൊണ്ട് നമ്മൾ അടിച്ചത്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത 3ാമത്തത് ഇതാണ് ആകെപ്പാടെ നമുക്ക് അടിക്കണ ഷോട്ട് കിട്ടിയത്. അതിൻ്റെയാണ് വാലയില കയറി ജസ്റ്റ് മിസ്. നൈസായിട്ട് ഒരു അടിയാണ് കിട്ടിയത്. പോകാഞ്ഞത് ഭാഗ്യം. പിന്നെ അങ്ങനെ ഞങ്ങളൊരു 3 പുല്ലന, ഇത് 3 നല്ല സൈസ് പുല്ലൻ തന്നെയാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ചെറുതിനെ അടിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അളിയൻ ലോങ് ചെയ്യുന്ന വീഡിയോ എടുക്കണം. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ഒരു 4 പുല്ലൻ കിട്ടി. ഞങ്ങൾ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് വന്ന് ഇപ്പോൾ നമ്മുടെ പാലത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് അവിടെയും കരിമീനൊക്കെ ഉണ്ട്. അത് അടിച്ചിട്ട് കിട്ടിയില്ല. ഗ്ലാസ് വെച്ച് നമ്മൾ ക്യാമറയിൽ കാണിക്കണം, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാമല്ലോ. അവിടെ മൊത്തം പുല്ലന്നാണ് നിൽക്കുന്നത്. പക്ഷെ ചെറുതാണ്, അത് കാരണം നമ്മൾ അതിനിട്ട് അടിച്ചില്ല. ഞാനത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് നമ്മൾ ആദ്യം ചെറുമീൻ മിസ്സായ സ്പോട്ടിൽ വന്ന് പിന്നെ നോക്കി. അപ്പോൾ ആ കാടിൻ്റെ അകത്ത് വാഴയുടെ കുഞ്ഞുങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരു ഉടുമ്പ് എൻ്റെ നേരെ റൈറ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു ചേര സാറാണ് ഇയാളെ പിടിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് മാറിയിരുന്നു കഴിഞ്ഞപ്പോൾ അത് ഓടി ഉടുമ്പിൻ്റെ നേരെ വന്നതിന് പകരം എൻ്റെ നേരെ വന്നു. ഞാൻ ചാടി മാറിക്കളഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഈ ആൾ പതുക്കെ ആ കാടിൻ്റെ അകത്തോട്ട് ഇറങ്ങിപ്പോയി. ഞാൻ വീണ്ടും ആ നമ്മുടെ വലിയ മരത്തിൽ ഒന്നും കൂടി കയറി നോക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്പോട്ടൊക്കെ കയറി നീയാനുള്ളൂ. ചെറുമീനും സാധനമൊക്കെ വന്നത് നല്ല കിടുക്കനായിട്ട് കാണാൻ പറ്റും. അതിപ്പോൾ ഞാനവിടെ ചെന്ന് കയറി ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം ഒരു 3 കിലോ സൈസ് ഒരു മീൻ കയറി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു അതിൻ്റെ ഒക്കത്തിരുന്ന് ഈ ഏരിയ കൂടി ഏത് മീൻ വന്നാലും കാണാൻ വെള്ളം തരുവാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുമായിരുന്നു. അന്നേരമാണ് പെട്ടെന്നൊരു മീൻ കയറി വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ 3 കിലോ അടുത്ത സൈസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അടിച്ചിട്ടത് മിസ്സായി. പിന്നെ ആ മരത്തിൻ്റെ മേളിൽ നിന്ന് അടിച്ചിട്ട് എനിക്കത് എയിം കറക്റ്റായിട്ട് കൊള്ളിക്കാൻ പറ്റില്ല.